എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബോയ്സിൻ്റെ യൂണിഫോം ഷർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്ന് നോക്കാം. ലെങ്ത്ത് 21 ഇഞ്ച്, ചെസ്റ്റ് 26 ഇഞ്ച്, ഷോൾഡർ 13 ഇഞ്ച്, സ്ലീവ് ലെങ്ത്ത് 6 ഇഞ്ച്, സ്ലീവ് ലൂസ് 11 ഇഞ്ച്, ചെസ്റ്റ് ലൂസ് 8 ഇഞ്ച്, നെക്ക് 11.5 ഒരു അരഞ്ച് കൂട്ടി വയ്ക്കാം. അങ്ങനെ 12 ഇഞ്ച്. ബോട്ടം വന്നിട്ട് വി ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എങ്ങനെ ഷർട്ടിൽ നിന്ന് എടുക്കുന്നത് നോക്കാം. ഈ ഷർട്ടിൻ്റെ മെഷർമെൻറ്റിലല്ല തയ്ക്കുന്നത്, പക്ഷേ അളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ബോട്ടം വരേക്കും ഇതുപോലെ ഇറക്കം എടുക്കുക. അതുപോലെ ഈ ബട്ടൺ ഹോൾ വെച്ച ആ എൻഡിൽ നിന്നും സൈഡ് ജോയിൻറ്റ് ചെയ്ത അതുവരേക്കും, അതാണ് ചെസ്റ്റ് ലൂസ്. ഇനി ഷോൾഡർ ബാക്ക് വശത്ത് നിന്ന് അളക്കുക. ഒരു സ്ലീവിൽ നിന്ന് അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്തതുവരേക്കും ഷോൾഡർ ലെങ്ത്ത്. അതുപോലെ സ്ലീവ് ലെങ്ത്ത് എടുക്കുക. പിന്നെ എടുക്കേണ്ടത് ആം ഹോള് അല്ല, ആം ഹോള് ഇല്ലാതെ കട്ട് ചെയ്യാം. അത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്താൽ മതി. അതാണ് സ്ലീവ് ലൂസ്. അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി കോളറിൻ്റെ അളവെടുക്കാം. അതിങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് ഇത് ബൈൻഡിൻ്റെ അളവ് വേണ്ട. ഈ കോളറിൻ്റെ ബോട്ടം ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡ് വരേക്കും 11.5 ഇഞ്ച് ഇത്രയാണ് വേണ്ടത്. ഇതിൽ തുണി 1.25 മീറ്ററാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിക്കാണ്. അപ്പോൾ ഇത് രണ്ടായി ഹോൾഡ് ചെയ്ത തുണിയാണ്. മുകളിലൊന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് ഷോൾഡർ ഡൗണ് ഒരു 1.5 ഇഞ്ച് വയ്ക്കാം. ചെറിയ ഷർട്ട് ആയതുകൊണ്ടാണ്. വലിയ ഷർട്ടൊക്കെ ആണെങ്കിൽ ഒരു 2-2.25 വരെയൊക്കെ വയ്ക്കാവുന്നതാണ്. അതുപോലെ പട്ടിക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ക്യാൻവാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവാസിൻ്റെ വീതിയും ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 21 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിനും ഒരു 3/4 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാനും, അങ്ങനെ 22.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ സ്ലീവ് ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 പ്ലസ് 1/2. ഇതൊന്ന് വരച്ചു കൊടുക്കാം. കോളർ മാർക്ക് ചെയ്യാം. അത് 2.25 ഇഞ്ച് ഒരു പോയിൻറ്റും 12ൻ്റെ 5-ലൊരു ഭാഗം. ചുവട്ടിലേക്ക് വന്നിട്ട് ഒരു 4 ഇഞ്ചായിരുന്നു കുറച്ച് വയ്ക്കുക. 4 ഇഞ്ച് കുറച്ച് മാറ്റി. ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഷോൾഡർ 13, അതിൻ്റെ പാതി 6.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അതിന് ഇവിടുന്ന് ബോട്ടം വരേക്കുള്ള ലെങ്ത്തിൻ്റെ പാതി -2 ഇഞ്ച്. ചെസ്റ്റ് വന്നിട്ട് 8 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് മടക്കി അടിക്കുകയാണ്, ഡബിൾ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനൊരു 4 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇടണം. സാധാരണ ഓവർലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ആ 8 തന്നെ വെച്ചാൽ മതിയാവും. ഇവിടെ അതിന് 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കാം, 8.25. ബോട്ടത്തിൽ വീണ്ടും 8.25 ഇഞ്ച് തന്നെ. ഇനി ബെൻഡ് സ്റ്റൈൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് ഷേപ്പിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ടിങ്ങനെ ഒന്ന് ക്രോസിൽ വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് ആം ഹോൾ വരച്ചെടുക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഈ പട്ടി പീസ് ഇതിങ്ങനെ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ നിർത്തണം. അത് ലാസ്റ്റ് പട്ടി അടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നേരത്തെ പറയാൻ വിട്ടുപോയി, ഇത് ഈ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും അടിവശത്തായിരിക്കണം തുണിയുടെ. നല്ല വശത്ത് മാർക്കിംഗ് വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഫ്രണ്ട് 8.75 ബാക്ക് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം 1 ഇഞ്ച് അധികം വരണം, ബാക്കിലേക്ക് 1 ഇഞ്ച് കുറവും വരണം. ഇങ്ങനെ ചെയ്താൽ അത് അടിച്ചതിന് ശേഷം അയൺ ചെയ്യുമ്പോൾ ഈ തയ്യൽ ബാക്ക് വശത്തേക്ക് വരും, ഫ്രണ്ടിൽ ആ തയ്യൽ കാണില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാക്ക് ഈ മാർക്കിന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി മുകൾ വശം. ഇനി ഫ്രണ്ട് ഷോൾഡർ വന്നിട്ട് നമ്മൾ 7 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ബാക്ക് ഒരു 4 ഇഞ്ച് കുറച്ച് വെക്കണം, 6.25. ഇനി ബാക്ക് ആർമോൾ ഒന്ന് വരയ്ക്കാം. അതിങ്ങനെ ഒരു 4 ഇഞ്ച് അധികം വരും. അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ ഒപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ 2ആക്കി മടക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. അതായത് 2 സ്ലീവ് ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മടക്കി അടിക്കാൻ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒന്ന് വരച്ചെടുക്കാം. ഇതിൻ്റെ ഇറക്കം വന്നിട്ട് 6 ഇഞ്ചാണ്, ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കണം. അത് വന്നിട്ട് 4 ഇഞ്ച് ഫോൾഡിങ് വരും. ഇവിടെ ഒരു 3.25 ഇഞ്ച്, ചെസ്റ്റിൻ്റെ 8/1. ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം. അത് 5.5 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 6 ഇഞ്ച് വരുമ്പോൾ ഈ സ്ലീവിൻ്റെ മൗത്തിൻ്റെ അവിടെ 5 ഇഞ്ച് വെച്ചാൽ മതി. അവിടെ പ്രത്യേക അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടേക്ക് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അത് ബാക്ക് ആർമോളാണ്. അത്രയും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചെടുക്കുക ഫ്രണ്ടിലേക്ക്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ സെൻറ്ററിലും. ഇനി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് ആർമോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുഴിച്ച് വെട്ടിയ ഭാഗമാണ് ഫ്രണ്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം, കരഭാഗമാണ്. ഷോൾഡർ ഹൈറ്റ് ഒരു 4.5 4.25 ഇഞ്ച് വയ്ക്കാം. വലിയ ഷർട്ടാണെങ്കിൽ 5.5 6 ഇഞ്ച് വരെയൊക്കെ വയ്ക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടൊരു 2.25 ഒരു പോയിൻ്റ് നേരത്തെ വെച്ച് തന്നെ. ഈ 1.5 ഇഞ്ച്
ഷർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊരു 2.25 2 വരെയൊക്കെ വയ്ക്കാം. ഇനി ഇതേ വീതി സൈഡിൽ മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇനി ഇവിടെ 6.5 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത്. ഇവിടെ ഒരു 4 ഇഞ്ച് കുറവ് വയ്ക്കണം, 6.25 ഇഞ്ച്. എന്നിട്ടിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഷോൾഡർ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് ഡബിളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കോളർ എങ്ങനെ കട്ട് ചെയ്തെന്ന് നോക്കാം. കോളർ ലെങ്ത്ത് 12 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. വീതി വന്നിട്ട് കോളറിൻ്റെ വീതി 1.5 ഒരു 1/2 ഇഞ്ച് കൂട്ടി വയ്ക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ക്യാൻവാസ് 2ആയി മടക്കിയതാണ്. അതിൻ്റെ പശയുള്ള ഭാഗം അതിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ കോളർ ബൈൻഡ് 1 ഇഞ്ച് 1 പോയിൻറ്റുമാണ് വീതി വരേണ്ടത്. 4 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട്. അതായത് 1.5 ഇഞ്ചിന് 1 പോയിൻറ്റ് കുറവ്. ഇനി ഇവിടെ ഒരു 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് അതിലേക്ക് ചെരിച്ച് വരയ്ക്കുക. ഇവിടെ കോളർ സെൻറ്ററിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക പൈൻറ്റിൽ. എന്നിട്ട് അതിങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ എത്തുമ്പോൾ ആ ലൈനിൽ ടച്ച് ചെയ്യണം. ഇവിടെ കോളർ പോയിൻ്റ് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഇവിടെ കോളറിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക ബൈൻഡ്. എന്നിട്ട് ഇങ്ങനെ ക്രോസിൽ വരച്ചെടുക്കുക. ഇവിടെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സെൻറ്ററിൽ ഒരു അടയാളം ഇടാം. അപ്പോൾ ഇത് തുണിയിൽ ഇങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത്. കോളറിൽ ഇതിൽ തയ്യത്തുമ്പോൾ വരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.